വീട്ടമ്മയുടെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ജാസ്മിൻ. നമ്മളിങ്ങനെ കുറേ നാളായല്ലേ ഫേസ് ടു ഫേസ് കണ്ടിട്ട്. ഞാൻ ഏകദേശം 2 മാസത്തോളായി വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്തിട്ട് കേട്ടോ. അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ട്. ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് റീസ്റ്റാർട്ട് ചെയ്യാൻ ഇച്ചിരി സമയമെടുക്കും. ഞാൻ എന്നാണ് April 1 ആണ് നമ്മൾ ഇങ്ങോട്ട് വീട് ഷിഫ്റ്റ് ചെയ്തത്. അപ്പോൾ ആ ഒരു വീഡിയോ ആണ് ഞാൻ ലാസ്റ്റ് ആയിട്ട് ഷൂട്ട് ചെയ്തത്. അതിനുശേഷം ഇപ്പോൾ 2 മാസം, മെയ് ലാസ്റ്റായി. അപ്പോൾ ഈ 2 മാസം എടുത്തു പിന്നെ ഒരു വീഡിയോ ഷൂട്ട് ചെയ്ത്, ഇപ്പോൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ആ വീഡിയോ തന്നെ ഞാൻ ഇട്ടത്, വീട് ഷിഫ്റ്റ് ചെയ്ത വീഡിയോ ഞാൻ ഇട്ടത് ആ April 2nd വീക്കാന്ന് തോന്നുന്നു, വിഷുവിൻ്റെ ആ ഒരു സമയത്തൊക്കെയാണ് ഇട്ടത്. അപ്പോൾ അതുവരെ അത് കഴിഞ്ഞിട്ട് പിന്നെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. ഭയങ്കര ചൂടാണ് കേട്ടോ. ഫാനും എ സി ഒക്കെ ഓഫ് ചെയ്തിട്ടല്ലേ നമ്മൾ നിൽക്കുന്നത്, അല്ലെങ്കിൽ ക്യാമറയിൽ സൗണ്ട് ഒട്ടും ഉണ്ടാവില്ല. അപ്പോൾ ഇതാണ്, എന്തെങ്കിലും ഒന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ അപ്പം അതങ്ങോട്ട് മാറിപ്പോവും. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത്, അപ്പോൾ വീടൊക്കെ ഷിഫ്റ്റ് ചെയ്തതിന് ശേഷം കുറേ പേര് എന്നോട് ചോദിച്ചിട്ടോ, വീട് ഷിഫ്റ്റ് ചെയ്തിട്ട് അറേഞ്ച് ചെയ്യാൻ എത്രയും സമയം വേണമെന്നൊക്കെ. അതിനൊന്നും അധികം സമയമൊന്നും വേണ്ടി വന്നില്ല. ഒറ്റ ആഴ്ച കൊണ്ട് തന്നെ ഞാൻ എല്ലാം സെറ്റാക്കി. കാരണം നമ്മൾ ഒരു ഫ്രൈഡേ വന്നതിൻ്റെ മൺഡേ തൊട്ട് പിള്ളേർക്ക് ക്ലാസ് തുടങ്ങുകയാണ്. അപ്പോൾ അവരുടെ റൂമൊക്കെ ഒന്ന് ശരിയാക്കണമായിരുന്നു. ഇതാണ് അവരുടെ റൂം കേട്ടോ, സെറ്റ് ചെയ്തേക്കുന്നത്. ഇവിടെ എല്ലാ റൂമിലും വാൾപേപ്പറൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ബാക്ക്ഗ്രൗണ്ട് ഒന്നും സെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഏതെങ്കിലും ഒരു റൂമിൽ ഇരുന്ന് ഷൂട്ട് ചെയ്താൽ മതി. അപ്പോൾ ഈ റൂമും കിച്ചണും അതുപോലെ നമ്മുടെ ബെഡ്റൂമൊക്കെയാണ് ആദ്യം ക്ലീൻ ആക്കിയത്. പിന്നെ ലിവിങ് റൂമും അതുപോലെ എൻ്റെ സെറ്റ് ചെയ്യാനുള്ള സ്റ്റുഡിയോ സെറ്റപ്പ് ഒന്നും ചെയ്തില്ല. അത് ഇതുവരെയും ചെയ്തിട്ടില്ല. റീസണൊക്കെ എന്താന്ന് പറയാം. അപ്പോൾ അതൊക്കെ പെട്ടെന്ന് തന്നെ കഴിഞ്ഞു കേട്ടോ. സ്കൂള് തുടങ്ങല്ലേ ഇവിടെ മക്കൾക്ക്. എങ്ങനെയാണെന്ന് വെച്ചാൽ ഏപ്രിലിൽ തന്നെ ക്ലാസ് തുടങ്ങും. ഏപ്രിലിൽ ക്ലാസ് തുടങ്ങിയിട്ട് മെയ് പകുതി ആകുമ്പോഴാണ് വെക്കേഷൻ കൊടുക്കുക. അപ്പോൾ ഏപ്രിൽ നമ്മൾ ഫസ്റ്റ് ഇങ്ങോട്ട് മാറിയതിൻ്റെ 3-ാം തീയതി തൊട്ട് ഇവർക്ക് ക്ലാസ് തുടങ്ങി. ക്ലാസ് തുടങ്ങി കഴിഞ്ഞ് ഒരു 3-4 ദിവസമേ മക്കള് സ്കൂളിൽ പോയുള്ളൂ. അപ്പോൾ 4-ാം ദിവസം അക്കുവിന് പനി. ഒരു 2-3 വർഷം, ഈ കൊറോണയുടെ 2-2.5 വർഷമായിട്ട് ഹോസ്പിറ്റലിൽ പടി പോലും കാണാത്ത മക്കളാണ്. ഹോസ്പിറ്റലൊന്നും പോകേണ്ടി വന്നിട്ടില്ല, ഒരു അസുഖം ഉണ്ടായിട്ടില്ല, ദൈവം സഹായിച്ച്. അപ്പോൾ സ്കൂളിൽ പോകാൻ തുടങ്ങിയതും 4-ാം ദിവസം തന്നെ പനി തുടങ്ങി. അപ്പോൾ നമ്മൾ ആദ്യം പനിയുടെ മരുന്നൊക്കെ ഇരിക്കുന്നുണ്ട്, അതൊക്കെ ആദ്യം കൊടുത്തു നോക്കി. ആദ്യത്തെ ദിവസമൊന്നും കുറഞ്ഞില്ല. അപ്പോൾ നമ്മൾ നേരെ ഹോസ്പിറ്റലിൽ പോയി. അപ്പോൾ ഹോസ്പിറ്റലിൽ ഡോക്ടർ പറഞ്ഞു വൈറൽ ഫീവർ ആണ്. ഇപ്പോൾ ഇവിടെ നല്ല പിള്ളേർക്ക് എല്ലാം ഉണ്ട്, കുറേ പേര് വരുന്നുണ്ട്. സ്കൂളൊക്കെ തുറന്നില്ലേ, അപ്പോൾ വൈറൽ ഫീവർ, ഇപ്പോൾ ചൂടാണല്ലോ, സമ്മർ ആയില്ലേ, അപ്പോൾ അതിൽ ഒരു വൈറൽ ഫീവർ നടക്കുന്നുണ്ട്, കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ അങ്ങോട്ട് ചോദിച്ചു കൊറോണ ടെസ്റ്റ് ഒക്കെ എടുക്കേണ്ട ആവശ്യമുണ്ടോ, കൊറോണയാണോ എന്നൊക്കെ അന്വേഷിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, ഇനിയിപ്പോൾ നിങ്ങളുടെ സമാധാനത്തിന് വേണ്ടിയിട്ട് എടുത്തിട്ട് ഇനിയിപ്പോൾ പോസിറ്റീവ് ആണെങ്കിലും അല്ലെങ്കിലും നമുക്ക് ഈ ഒരു മെഡിസിനെ തരാനുള്ളൂ. പിന്നെ എന്തെങ്കിലും ഈ പനിയുടെ സംബന്ധിച്ച് ലൂസ് മോഷനോ വോമിറ്റിങ്ങോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് മെഡിസിൻ തരാന്നൊക്കെ പറഞ്ഞു. പിന്നെ നമ്മൾ അങ്ങനെ ചെക്ക് ചെയ്തൊന്നുമില്ല. അപ്പൊ അങ്ങനെ ഒരു 2-3 ദിവസം ആ പനി, 2 ദിവസമൊക്കെ പനി നിന്നു. അപ്പൊ അക്കുവിന്റെ പനി മാറി, അമ്മാളുവിനായി, അമ്മാളുവിൻ്റെ എനിക്ക് കിട്ടി, എൻ്റെതായിട്ട്. അങ്ങനെ ഒരാഴ്ച അങ്ങനെ എല്ലാവർക്കും ഒരു പനിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയി. പിന്നെ അത് കഴിഞ്ഞ് സ്കൂളിൽ പോകാൻ തുടങ്ങി. 2-3 ദിവസം സ്കൂളിൽ പോയി. പിന്നെ പനി വന്നു. അപ്പൊ ആ പനിയിൽ നമുക്ക് എല്ലാവർക്കും പനി കിട്ടി. എന്താ വെച്ചാല് ആ പനി 4 ആൾക്ക് ഒന്നിച്ചാണ് പനി വന്നത്. പനി വന്നിട്ട് പനി അങ്ങ് മാറുന്നില്ല. നമ്മൾ മെഡിസിൻ എടുത്തിട്ടും ഒരു കുറവുമില്ല. ചൂട് അതേപോലെ നിൽക്കുകയാണ്. 102-ന് മേലെയാണ് കേട്ടോ പനി. 4 പേർക്കും അങ്ങനെയാണ് നിൽക്കുന്നത്. അപ്പോൾ എനിക്കും ഏട്ടനുമാണ് ആ സമയത്ത് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. മക്കൾക്കായിരുന്നു ഭയങ്കര ക്ഷീണവും, 2 പേരും കിടക്കുകയാണ്, ഭയങ്കര തളർച്ചയായിട്ട്, ഭയങ്കര കിടപ്പും. ഒരു ദിവസം ഫുൾ ഡേ അങ്ങനെയായിരുന്നു. അപ്പോൾ നമുക്ക് ആകെ പേടിയായി. പിന്നെ ഹോസ്പിറ്റലിൽ പോയി മരുന്ന് തന്നു, കുറച്ചും കൂടെ ഡോസ് കൂട്ടി തരുമല്ലോ പാരസെറ്റമോൾ. അപ്പോൾ അങ്ങനെ അവരുടെ പനി കുറഞ്ഞു. അവരൊക്കെ 2 ദിവസത്തിനുള്ളിൽ അവരുടെ ക്ഷീണവും കാര്യങ്ങളൊക്കെ മാറി, അവർ നടന്നു തുടങ്ങി. പിന്നെയാണ് ഞാൻ കിടപ്പായത്. ഞാൻ കിടന്നു. എനിക്ക് ബെഡിൽ നിന്ന് അങ്ങോട്ട് എണീക്കാൻ പറ്റാത്ത അത്രയും പനിയും അതുപോലെ തന്നെ ക്ഷീണവും. നമ്മുടെ ഈ കൈയും കാലൊന്നും ഉണ്ട് എന്നുള്ളത് ഞാൻ അറിയുന്നില്ല. ബെഡിൽ കിടന്നിട്ട് നമ്മളിങ്ങനെ എണീക്കണമെങ്കിൽ കൈ കുത്തണമല്ലോ. ആ കൈയൊക്കെ എനിക്കുണ്ടോന്ന്, ഈ കൈ ഇങ്ങനെ അനക്കാൻ പറ്റുന്നില്ല. അത്രയും പനിയും ഭയങ്കരമായിട്ട് ക്ഷീണം ഉണ്ടായിട്ടോ. അപ്പം നമ്മൾ ചെക്ക് ചെയ്തു. അതിൻ്റെ രാവിലെ തന്നെ നമ്മൾ ഏട്ടൻ പോയി കിറ്റ് എടുത്തിട്ട് നോക്കിയപ്പോഴേ പോസിറ്റീവാണ്. അപ്പം എല്ലാവർക്കും, പിന്നെ ഒരാൾ ചെക്ക് ചെയ്താൽ മതിയല്ലോ, എല്ലാവർക്കും ഇതേ പനിയാണ്. അപ്പോൾ നമ്മളെല്ലാവരും ഒന്നും ചെക്ക് ചെയ്തില്ല. ഏട്ടൻ തന്നെ ചെക്ക് ചെയ്തപ്പോഴേ മനസ്സിലായി പോസിറ്റീവാണ്. പിന്നെ ഡോക്ടറെ അടുത്ത് പോയിട്ട് ഡോക്ടർ ഈ മെഡിസിൻ തന്നെ തരുന്നുള്ളൂ, പനി മാറാൻ ഈ മെഡിസിൻ തന്നെ ഉള്ളൂ. പിന്നെ ക്ഷീണം ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് മറ്റേ പൊടിയൊക്കെ കലക്കി തരുമല്ലോ,
കുടിക്കാനായിട്ട്. അതും പിന്നെ അതുപോലെ കരിക്ക് വെള്ളം നല്ലോണം കുടിക്കണം, ഫ്രൂട്ട്സ് കഴിക്കണം, അങ്ങനെയുള്ളതൊക്കെ പറയും. പിന്നെ എന്തെങ്കിലും വോമിറ്റിങ്ങോ അല്ലെങ്കിൽ ഹെഡ് ഏക്ക് അതുപോലെ സ്റ്റൊമക്കിൽ വല്ല എന്തെങ്കിലും പ്രശ്നം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതിനുള്ള സെപ്പറേറ്റ് മെഡിസിൻസ് തരുന്നല്ലാതെ, എല്ലാവർക്കും അറിയാലോ കൊറോണയ്ക്ക് ഇങ്ങനെയൊക്കെ തന്നെയാണ് മരുന്നുള്ളൂ എന്ന്. അപ്പം അങ്ങനെ മെഡിസിനൊക്കെ എടുത്തു. ഏട്ടൻ്റെ പനിയും അതുപോലെ 2 ദിവസമായിട്ട് നന്നായി പനിച്ചു. പിന്നെ കുഴപ്പമൊന്നുമില്ല. 3-ാം ദിവസം തൊട്ട് ആള് കൂളായി. ഞാൻ അപ്പോഴും കിടക്കുകയാണ്. ആ പനി എനിക്കൊന്ന് വിട്ടുമാറാൻ തന്നെ 2-3 ദിവസം എടുത്തു. അത് കഴിഞ്ഞ് പനി കഴിഞ്ഞ് കുറച്ചൊന്ന് കഴിഞ്ഞപ്പോഴത്തേനും അടുത്തത് ത്രോട്ട് ഇൻഫെക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് സാധാരണ കോൾഡ് കഫൊക്കെ വരുമ്പോൾ ഒരു തൊണ്ടവേദന ഉണ്ടാവില്ല, നമുക്ക് ഫുഡൊക്കെ കഴിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാവും, പിന്നെ അതുപോലെ സൗണ്ട് ഇങ്ങനെ അടഞ്ഞിരിക്കും. അതുപോലെയല്ല ഇത്, എന്താ പറയാ, അതിൻ്റെയൊക്കെ ഹയസ്റ്റ് എന്ന് പറയാം. ഇങ്ങനെ കൊറോണ വന്നവർക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ താഴെ നിന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇങ്ങനെ നമ്മളെ കത്തി ഇങ്ങനെ കുത്തി നിർത്തുന്ന പോലെയാണ്, നമുക്ക് ഉമിനീര് പോലും ഇറക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു എനിക്ക് കേട്ടോ. എല്ലാവർക്കും അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. നമ്മുടെ ഉമിനീര് പോലും എനിക്ക് ഇറക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എന്തോ പോലെയാണ് ഇവിടെ നിന്ന് ഇറക്കുമ്പോൾ, ഇവിടെ ഇങ്ങനെ ഒരു കത്തി ഇരിക്കുന്നുണ്ട്, അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ ഇറങ്ങി പോണ ഒരു അതുപോലെയായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് സൗണ്ട് ഇല്ല. ഒരു 3 ദിവസത്തോളം എനിക്ക് സൗണ്ടേ ഇല്ല. നമ്മൾ തൊണ്ട അടഞ്ഞിരിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു സ്വകാര്യം പറയുന്ന പോലെ അങ്ങനെയൊക്കെ ഒരു സൗണ്ട് വരില്ലേ, അതുപോലും ഇല്ല, വെറും കാറ്റ് മാത്രമായിരുന്നു. അപ്പോൾ ആദ്യത്തെ ദിവസമൊക്കെ ഏട്ടനെ കളിയാക്കി കേട്ടോ, നീ ഇങ്ങനെ ചറവറാ പറഞ്ഞുകൊണ്ടിരിക്കില്ല, അപ്പോൾ കുറച്ച് ദിവസത്തെ ഒതുങ്ങാൻ വേണ്ടി ദൈവം തന്നതാന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യത്തെ ദിവസം അങ്ങനെ പോയി, 2-ാമത്തെ ദിവസം പോയി, 3-ാമത്തെ ദിവസവും എനിക്ക് സൗണ്ട് ഇല്ലാതായപ്പോൾ എല്ലാവർക്കും ഒരു പേടിയൊക്കെ ആയി, സൗണ്ട് വരുന്നില്ലല്ലോ. അപ്പോൾ ഡോക്ടർ എന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, സൗണ്ട് പോയിട്ടുണ്ടെങ്കിൽ അത് നോർമലി വരും. ഇപ്പം ആൻറ്റിബയോട്ടിക് തന്നായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ ആവി പിടിക്കലും മറ്റു ചുക്കുവെള്ളം കഴിക്കലും അതൊക്കെ നമ്മൾ ഒരു സൈഡിൽ കൂടെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ തൊണ്ടവേദനയുള്ള കാരണം ഞാൻ ഭയങ്കരമായിട്ട് ആവി പിടിക്കുന്നുണ്ടായിരുന്നു, അങ്ങനെയെങ്കിലും തൊണ്ട ഒന്ന് തുറക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു അതൊന്നും ചെയ്തിട്ടൊരു കാര്യമില്ല, ഈ ആൻറ്റിബയോട്ടിക് 3 days കംപ്ലീറ്റ് കഴിച്ചാലേ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞാൻ എന്തൊക്കെ ആവി പിടിച്ചിട്ട് ഒരു കാര്യം ഉണ്ടായില്ല. 3 days ആൻറ്റിബയോട്ടിക് 2 ടൈം എടുത്തതിന് ശേഷം 4-ാം ദിവസമാണ് എനിക്ക് വെള്ളം പോലും ഇറക്കാനായിട്ട് പറ്റിയത്. ഈ 3 ദിവസവും ഞാൻ ഫുൾ കരിക്ക് വെള്ളം, 2 കരിക്ക് വെള്ളം 3 കരിക്ക് വെള്ളമൊക്കെ കുടിക്കും. കരിക്ക് വെള്ളവും അതുപോലെ ഫ്രൂട്ട്സ്, പപ്പായ, വാട്ടർമെലൺ അതൊക്കെ ഇങ്ങനെ ജ്യൂസ് ആക്കിയിട്ടും അത് മാത്രമാണ് ഞാൻ 3-4 ദിവസം കുടിച്ചുകൊണ്ടിരുന്നത്. എന്നിട്ട് എൻ്റെ 1 കിലോ പോലും കുറഞ്ഞിട്ടില്ല കേട്ടോ. ഞാനിപ്പോഴും അതേ സ്റ്റഡിയിൽ തന്നെയാണ് നിൽക്കുന്നത്. 1 കിലോ പോലും കുറഞ്ഞിട്ടില്ല. അത് വേറെ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ട് കേട്ടോ, അതുകൊണ്ടാണ് നമ്മൾ മെഡിസിൻ ഇങ്ങനെ എടുക്കുന്ന കാരണമാണ് എന്ന് ഞാൻ വിചാരിക്കണു. അത് ഡോക്ടർ പോലും ഇതുവരെയും അതിനുള്ള കറക്റ്റ് ആൻസർ എനിക്ക് തന്നിട്ടില്ല, വെയിറ്റ് കുറയാത്തതിൻ്റെ. അപ്പോൾ അത് വേറെ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ട് കേട്ടോ. അത് നമ്മളിങ്ങനെ ഫുള്ള് നെഗറ്റീവ് അടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അതൊന്നും പറയാത്തത്. അപ്പോൾ ഈ കൊറോണ വന്നതോടുകൂടി ഞാൻ അങ്ങ് അടിഞ്ഞു പോയി, അതാണ് കാര്യം. സത്യം അതാണ്, വീഡിയോ ഒന്നും എടുക്കാത്തതിൻ്റെ ഒരു കാര്യം അതാണ്. കൊറോണ വന്ന് ഞാനങ്ങ് അടിഞ്ഞു പോയി. അത് കഴിഞ്ഞ് അതിൽ നിന്ന് റിക്കവർ ആവാനായിട്ട് ഒരുപാട് സമയമെടുത്തു. ഇപ്പോഴും എനിക്ക് ഉള്ളിലേക്ക് രുചിയോ മണോ ഒന്നും വന്നിട്ടില്ല കേട്ടോ. സൗണ്ടൊക്കെ നല്ല ക്ലിയർ ആയിട്ടുണ്ടെന്നേ ഉള്ളൂ. എനിക്ക് നമ്മൾ ഫുഡ് കഴിക്കുമ്പോഴുള്ള ടേസ്റ്റ് വരില്ലേ, അതൊന്നും എനിക്ക് ഇപ്പോഴും വന്നിട്ടില്ല. 1 മാസമായി ഇതുവരെ എനിക്ക് വന്നിട്ടില്ല. അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് ചിലർക്കൊക്കെ 1 മാസം 2 മാസം, നമ്മളിങ്ങനെ ഗൂഗിൾ സെർച്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുമല്ലോ ഈ സമയത്തൊക്കെ. അപ്പോൾ അതിലൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട് ചിലർക്കൊക്കെ സൗണ്ട് പോയത് 1 മാസം വരെ പോയിട്ടുള്ളവരൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് പേടിയായിരുന്നു കേട്ടോ. അത്രയൊന്നും ദൈവം എനിക്ക് തന്നില്ല. ഒരു മാസം കൊണ്ട് രുചി മാത്രമാണ് അങ്ങനെ ഒരു പ്രശ്നമായിട്ട് നിൽക്കണുള്ളൂ, ബാക്കിയൊക്കെ നോർമലായി. പിന്നെ ഇപ്പം എനിക്ക് മുന്നേ ഈ തലവേദനയും തലകറക്കൊക്കെ ഉണ്ട്, അതൊക്കെ പറയാനുള്ള ഹിസ്റ്ററി കുറേ പറയണം. അപ്പോൾ അതൊക്കെ കുറച്ച് കൂടിയിട്ടുണ്ട്. അത് ഡോക്ടർ പറഞ്ഞാൽ നോർമലി അത് ആദ്യത്തെ പോലെ തന്നെ ആയിക്കോളും, കുഴപ്പമൊന്നുമില്ല. എനിക്ക് ബാലൻസ് ഇഷ്യൂ ഒക്കെ ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് തലകറക്കം ഭയങ്കരമായിട്ടുണ്ട്, അതൊക്കെ ശരിയായിക്കോളും എന്നാണ് ഡോക്ടർ പറയണത്. അപ്പോൾ നമുക്കിങ്ങനെ വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് കുറച്ച് നല്ലൊരു കൂളായ കാം ആയിട്ടുള്ളൊരു സിറ്റുവേഷനൊക്കെ ഉണ്ടാകുമ്പോഴല്ലേ നമുക്ക് വീഡിയോ ഒക്കെ എടുക്കാൻ തോന്നുള്ളൂ. അതുകൊണ്ടാണ് വീഡിയോ ഒന്നും എടുക്കാഞ്ഞത് കേട്ടോ. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബറായ രഞ്ജിനി എപ്പോഴും എന്നോട് ചോദിക്കാറുണ്ട് എങ്ങനെയാണ് ഇത്ര പോസിറ്റീവായി ഇത്ര ഹാപ്പി ആയിട്ട് ഇരിക്കുന്നതെന്നൊക്കെ. അപ്പോൾ നമ്മളങ്ങനെ ഫുൾ ടൈം പോസിറ്റീവായിട്ട് ഒന്നും അല്ല ഇരിക്കുന്നത്. നമ്മൾ ഈ വീഡിയോ എടുക്കുന്ന സമയം നമ്മൾ നല്ലൊരു കൂളായിട്ടിരിക്കുന്ന ഒരു സമയത്താണ്, ഞാൻ ഹാപ്പി ആയിട്ടിരിക്കുന്ന സമയത്താണ് വീഡിയോ നിങ്ങളുടെ മുന്നിൽ എടുക്കുക. നിങ്ങളുടെ മുന്നിൽ കാണിക്കണമെങ്കിൽ നമ്മൾ പ്ലസൻ്റ് ആയിട്ടിരിക്കുന്ന സമയത്തല്ലേ നമുക്ക് പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന വീഡിയോ 10 മിനിറ്റ് 15 മിനിറ്റ് വീഡിയോയിൽ നമ്മൾ ആ ഹാപ്പി ആയിട്ടിരിക്കുന്ന സമയം
വീഡിയോ എടുക്കുന്നത് കൊണ്ടാണ് ഞാൻ എപ്പോഴും ഇങ്ങനെ ചിരിച്ചുകൊണ്ടേ ഇരിക്കുന്നത്. അതല്ലാത്ത നെഗറ്റീവായ സമയങ്ങളും അതുപോലെ ഡൗൺ ആയ സമയങ്ങളൊക്കെ നമുക്കുണ്ട്, എല്ലാവർക്കും ഉള്ള പോലെ തന്നെ നമുക്കുണ്ട്. അപ്പോൾ രഞ്ജിനിയോട് ഞാൻ പ്രത്യേകിച്ച് പറയാനുണ്ടോ, രഞ്ജിനി കുറേ ആയി കമൻറ്റ് ചെയ്യുന്നു എങ്ങനെയാണ് ഹാപ്പി ആയിട്ടിരിക്കുന്നതെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ അതുകൊണ്ടുകൂടെ എടുത്ത് പറയാണ് കേട്ടോ. അപ്പം അങ്ങനെ അതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റാഞ്ഞത് കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ ഈ വീട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ആയിട്ട് ഹോം ടൂർ ഒക്കെ കാണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഒന്നും വന്നില്ല എന്നുണ്ടെങ്കിൽ അടുത്ത പനി വരും. ഇതിപ്പോൾ രണ്ടാമത്തെ പനിയിലാണ് നമുക്ക് കാര്യമായിട്ട് പിടിച്ചത്. കൊറോണ ആയത് രണ്ടാമത്തെ പനിയിൽ. ആദ്യം വലിയ ഇഷ്യൂ ഉണ്ടായില്ല, രണ്ടാമത്തേലാണ് നമുക്ക് കാര്യമായിട്ട് പണി കിട്ടിയത്. അപ്പം ഇപ്പോൾ ഗ്യാപ്പ് വന്നിട്ടുണ്ട്. ഇനി വേറെ വരുമോ എന്നുള്ളത് അറിയില്ല. വന്നില്ലെങ്കിൽ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടാം കേട്ടോ. അപ്പൊ ഇത്രേ ഉള്ളൂ. എനിക്കിതൊന്ന് പറയണം എന്നുണ്ടായിരുന്നു. കുറേ ആയി ഞാൻ വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ എന്താ ചെയ്യാത്തെന്ന് ചോദിക്കുമ്പോൾ എനിക്കിങ്ങനെ പെട്ടെന്ന് നിങ്ങളോട് പറയണം എന്നുണ്ടായിരുന്നു. അപ്പൊ ഇനി ദൈവം സഹായിച്ച് കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഉണ്ടാവും കേട്ടോ. അപ്പം ഞാൻ ഇതിൻ്റെ ഹോം ടൂറൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം നമുക്ക് കിച്ചൺ ടൂറൊക്കെ ആയിട്ട് കാണാം കേട്ടോ. ഒരു കുഞ്ഞ് അടുക്കളയാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വൈകാതെ കാണാം. ബൈ.